സോയ എങ്ങനെ നല്ല ടേസ്റ്റായിട്ട് വെക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സോയ ബോൾസ് ചെറുതാണ് എടുത്തത്. അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അതൊന്ന് വീർത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു സവാള, 2 തക്കാളി, ഒരു 4 പച്ചമുളക് അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇത്തിരി ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. സോയ കുക്കറിലിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ കറി മസാലപ്പൊടി, ഒരു തുള്ളി വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് മൂടി വെക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും സവോളയും നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു തുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നമ്മൾ വഴറ്റിയെടുക്കാം. എല്ലാം ഒരു ടീസ്പൂൺ വെച്ച് മതി. പിന്നെ ഇതിലേക്ക് നമ്മുടെ തക്കാളിയും കൂടി ചേർത്ത് നല്ലോണം വഴറ്റുക. ഈ തക്കാളി എല്ലാം നല്ലോണം ഉടയണം, നല്ലോണം വെന്തുടയണം. എന്നാലേ നമ്മുടെ ആ കറിക്ക് ഒരു കൊഴുപ്പുണ്ടാവുള്ളൂ, ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതാ നമ്മുടെ സോയ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ കറി മസാല ഇട്ടിട്ടാണ് സോയ വേവിച്ചെടുത്തത്. മല്ലിയിലയും കൂടി തൂക്കി കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത്. നമുക്ക് ചപ്പാത്തിനെ കൂടിയും ചോറിനെ കൂടിയൊക്കെ കഴിക്കാം.